എൻ്റെ പാട്ടുകൾ ഭയങ്കര സൗണ്ടും ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടെന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിലും ഞാൻ ഈ അധികം ഈ മാസമായിട്ടുള്ളത് നമ്മൾ അത് ഇപ്പോഴല്ല ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും വലിയ മാസമായിരുന്നു തേസാബ് എന്നുള്ള പടം ഏക് ദോ തീനൊക്കെ ഇറങ്ങിയ സമയം. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ സ്കൂൾ ടൈം. അപ്പം അന്ന് മുതലേ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. തിയേറ്റർ എഫക്റ്റ്, തേസാബ്, അതുപോലെ ചുമ്മാ ചുമ്മാ ദേ അതൊക്കെയാണ് ആ സമയത്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോഴ് ഫുള്ള് ഇങ്ങനൊരു മാസിൻ്റെ ഒരു എലമെൻ്റ് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പണ്ട് മുതലേ കണ്ടുവരുന്നു ഇപ്പോഴും ഒരു ലൗഡ്നെസ്സിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഫിലിമിലാണെങ്കിലും പൊതുവായിട്ടുള്ള ഒരു മ്യൂസിക്കൽ അപ്രോച്ചിനാണെങ്കിലും ഒരു ഫ്രീക്വൻസി ബേസ്ഡ്, ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ലൗഡ്നെസ്സിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുക കൊമേഴ്ഷ്യൽ ഫിലിമുകൾക്ക് ഏറ്റവും ആവശ്യം തന്നെയാണ്. എനിക്കും ഇഷ്ടമില്ലാതില്ല, പക്ഷേ അത് എപ്പോഴും അറിയാമല്ലോ, ഇത് ഓവർ യൂസ്ഡ് ആക്കാൻ എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ലൗഡാകുന്ന ഒരു ടെൻഡൻസി കൂടി ഉണ്ടെന്ന്. അതെ അതെ. എൻ്റെ കൂടെ ഞാൻ ബാംഗ്ലൂരിൽ ഞാനും എൻ്റെ കൂടെ ഒരു മ്യൂസിക് ഡയറക്ടറാണ് താമസിക്കുന്നത്. എമിൽ എന്നാണ് അവൻ്റെ പേര്, മലയാളിയാണ്. അവൻ തൊട്ടപ്പുറത്ത് അവൻ ഡെമോ ഇട്ട് കാണിക്കുമ്പം അവിടെ എങ്ങും നിൽക്കാൻ പറ്റില്ല, ഭയങ്കര അത്രയ്ക്ക് ബഹളമാണ്. ഞാൻ പറഞ്ഞു എന്തോന്നിടേ ഇത്. ഞാൻ പറയാം, അപ്പം അവൻ പറയാം അണ്ണ അത് അവർക്ക് പിടിക്കൂല ഇതല്ലെങ്കിൽ. ഞാൻ പറയും നമുക്ക് പിടിക്കില്ലല്ലോ, അപ്പം അണ്ണനെ പിടിക്കില്ല, പക്ഷെ അത് അവർക്ക് പിടിക്കും. അപ്പം അങ്ങനെയാണ് ഒരു ഈ ലൗഡ്നെസ്സിന് അതിൻ്റേതായിട്ടുള്ള കാര്യം എന്താണെന്നൊരു ഐഡിയ കിട്ടരുത്. ഈ ചെവി പൊട്ടിപ്പോണം ആ രീതിയിൽ. അവനിത് കേൾക്കുമെന്ന്. അപ്പോൾ അതാണ് ഈ സ്ലോ മോഷനും അടിയും ബഹളവും ഒരു 3-4 പടങ്ങൾ റിപ്പീറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ വരാൻ പോകുന്നതിൽ ഇത്രയും ബഹളം കാണും. ഇത് ശരിയാണ്. ഇതിപ്പം ഞങ്ങളുടെ പാട്ട് ഒരു സമയത്ത് ഇറങ്ങിയപ്പോഴും അടിയും ബഹളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് ഇപ്പോഴും നമ്മൾ കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ അടിയും ബഹളം എന്ന് പറയുമ്പോഴും മലയാള സിനിമയിൽ എനിക്കൊന്നും ഒരു എക്സ്പ്രസീവായിട്ട് പാടി തുടങ്ങുന്നത് ജാസി ഗിഫ്റ്റാണ്. അല്ലെങ്കിൽ ഈ എക്സ്പ്രഷൻസ് വോക്കലി വരുന്നത് താങ്കളുടെയൊക്കെ ഒരു സമയത്താണ്. പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ട് എല്ലാവരും വളരെ എക്സ്പ്രസീവ് ആകുന്നുണ്ട്. അത് എങ്ങനെയാണ്, ആ ചേഞ്ച് എങ്ങനെയാണ്? നേരത്തെ താങ്കളുടെ പറഞ്ഞാൽ മെലഡിയാണ് പ്രോപ്പർ എന്ന് വിചാരിച്ചതിൽ നിന്ന് എക്സ്പ്രഷൻസ് വരണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നിയ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് പാൻഡമിക് മൂവ്മെൻറ്റിന് അതിൻ്റേതായിട്ടുള്ള ഒരു സൈഡുണ്ട്. കാര്യം അവിടെ മുതലാണ് എനിക്ക് തോന്നി എല്ലാം എന്താണ് മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാം ഒരു ഓൺലൈൻ വഴി നമ്മൾ ആസ്വദിച്ചു തുടങ്ങുന്നതും. അത് കാരണം ആൾക്കാർ ഇപ്പം തന്നെ നമുക്ക് എക്സാമ്പിൾ വെളിയിൽ നമ്മൾ ഷോ ചെയ്യുമ്പോൾ പഴയ പോലത്തെ ഒരു എഫക്റ്റ് അല്ല. പണ്ട് നമ്മൾ ഗാനമേള ചെയ്യുമ്പോൾ പോലെ അല്ല ഇപ്പോഴും. ഇപ്പോൾ ഗാനമേള എന്ന് പറയുമ്പോൾ ഫുള്ള് വൈബാണ്. ആ വൈബ് അതിപ്പോൾ നമുക്ക് കോളേജിൽ പോയാലും ഉത്സവങ്ങൾ പോയാലും ഫുൾ ആ ഒരു എനർജിയാണ്. അതിപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഹൈലി എക്സ്പ്രസീവാണ് കുട്ടികളാണെങ്കിലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് സന്തോഷം പ്രകടിപ്പിക്കാനും പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ പാട്ട് പാടുമ്പോൾ ഒരു ഡാൻസ് ചെയ്യും, 1-2 പയ്യന്മാർ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നല്ല. ഇപ്പോഴാണെങ്കിൽ ആ ഒരു സന്തോഷം, ഒരു സന്തോഷമൊന്നും എനിക്ക് പറയാൻ പറ്റും, അത് ബഹളമായിട്ട് ഞാൻ കാണുന്നില്ല. ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും ഒരു ആഗ്രഹവും ഇഷ്ടവും. അപ്പോൾ ഈ ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു സൈഡ് മ്യൂസിക്കിലോട്ടും സ്വാഭാവികമായിട്ട് കയറി. അതെനിക്ക് ഒത്തിരി വെളിയിലുള്ള പാട്ടുകളും ഇതെല്ലാം കേട്ടിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസും എൻ്റെ പുറകെ ഉണ്ട്, ഇല്ലാതില്ല. അതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത് പിന്നെ വേറൊരു സംഭവം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും പരീക്ഷണങ്ങളുടെ ഒരു ആവശ്യകതയുണ്ട്. പുതിയത് കണ്ടുപിടിക്കുക, പരീക്ഷണങ്ങളിലേക്ക് പോവുക എന്നുള്ളൊരു ആവശ്യം ഇതിൻ്റെയൊക്കെ പുറകെ ഉണ്ട്. അത് കാരണം നമ്മുടെ ഒരു സെൽഫായിട്ട് നമുക്ക് എന്ത് പറയാൻ തോന്നുന്നു അത് എക്സ്പ്രസ് ചെയ്താൽ അത്രയും ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നുന്നു, ക്ലീഷേഴ്സ് ഇല്ലാതെ.
ഈ മാസ് മ്യൂസിക്കിന്റെ ഇതിൽ ഒരു ക്രിറ്റിസിസം വരുന്ന ചില മ്യൂസിക് ഡയറക്ടേഴ്സ് ഈ പറഞ്ഞ ഈ സാമ്പിളിംഗ് ഒരുപാട് ചെയ്യുന്നുണ്ട്. സോ ജെന്യുവൻ ക്രിയേഷൻസ് അല്ലെ ടേക്ക് സാമ്പിൾസ് ഈ പറഞ്ഞ പർച്ചേസ് ചെയ്യുക, ലീഗലായിട്ട് തന്നെ പർച്ചേസ് ചെയ്തിട്ട് അത് ബേസ് വെച്ചിട്ട് ഉപയോഗിക്കാന്ന്. അത് ആ ഒരു ട്രെൻഡിനോട് എന്താണ്, ഹൗ ഡു യു ലുക്ക് അറ്റ് ഇറ്റ്? ഞാൻ ഇതിനെല്ലാം സപ്പോർട്ടാണ്. കാര്യം ഞാൻ ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. സ്പ്ലൈസ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, പിന്നെ അറിയാലോ suno.com, ഇതെല്ലാം ഞങ്ങളിതിലെല്ലാം പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എല്ലാവർക്കും ആവശ്യം പുതുമയാണ്. ഇപ്പം പുതിയത് ഞാൻ ഇപ്പം കമ്പോസ് ചെയ്യാനായിട്ട് ആൽബം ഒരു ഡയറക്ടർ പുള്ളിക്ക് ആദ്യമേ പാട്ടിനെ പറ്റില്ല വൈറലാക്കണം. ഞാൻ പറഞ്ഞു ഈ ആദ്യമേ വന്ന് ഈ വൈറലാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അത് പറ്റില്ല, വൈറലാക്കിയേ പറ്റും. അപ്പം ഇപ്പം അതുകൊണ്ട് പണ്ടൊക്കെ നമുക്കൊരു ഹിറ്റ് മതി, എങ്ങനെയെങ്കിലും ഒന്ന് ഹിറ്റാക്കണം എന്നുള്ളതല്ല. ഇപ്പം ഹിറ്റും പോരാ, വൈറലാക്കണം. ഈ 30 സെക്കൻഡിനകത്ത് ആൾക്കാരെ ഇഷ്ടപ്പെടുത്തണം, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം കൂടുതൽ പേരും ഇത് എന്തൊക്കെ വ്യത്യാസം വരും എന്നുള്ളതിന് നമ്മൾ ഇപ്പം പണ്ട് ചെയ്യുമ്പോൾ ഒരു ഹാർമോണിയം എടുത്ത് ഒരു ശൂന്യതയൊന്നും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, പലതിൻ്റെയും സഹായങ്ങൾ ആവശ്യം വരും. അതുപോലെ ഈ സാമ്പിൾസ് അതിനകത്തൊരു നല്ലൊരു ഘടകമാണ്. ഈ സെയിം സാമ്പിൾ തന്നെയായിരിക്കും പല മ്യൂസിക് ഡയറക്ടേഴ്സും യൂസ് ചെയ്യുന്നത്. ഇപ്പം തമിഴിൽ എപ്പോഴും നമ്മുടെ പേര് ഞാൻ പറയുന്നില്ല, ഇനി പേര് പറഞ്ഞാൽ ഇദ്ദേഹം യൂസ് ചെയ്ത സാമ്പിൾ ശരിയെന്ന് പറയാൻ നിങ്ങൾ ടൈറ്റിൽ കൊടുക്കും. അവരൊക്കെ യൂസ് ചെയ്യുന്ന സെയിം സാമ്പിൾ തന്നെയാണ് നമുക്കും കിട്ടുന്നത്. അപ്പം ഇതിനകത്തുനിന്ന് ഇതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രോസസ്സ് വഴി വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അറിയാമല്ലോ ഇപ്പോൾ എല്ലാം ഓട്ടോ ജനറേറ്റഡ് ആയി, നമുക്കൊക്കെ ഉള്ള എല്ലാ സഹായങ്ങളും കമ്പ്യൂട്ടർ തരുന്നുണ്ട്. ഇതെങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം, സമർത്ഥമായിട്ട് ആരെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫ്യൂച്ചറായിട്ട് എനിക്കെപ്പോഴും തോന്നുന്നുണ്ട്. AI പറ്റി ചോദിക്കുമ്പോഴൊക്കെ എപ്പോഴും ഞങ്ങൾ പറയുന്നൊരു ആൻസർ അതാണ്. സാമ്പിൾസിന് ഈ പറയുന്ന പോലെ ഈ റിപ്പറ്റേറ്റീവ് സ്വഭാവം ഒത്തിരി ഉണ്ട് താനും. ചില പാട്ടിൽ കേട്ട് ഈ പറഞ്ഞ നേരത്തെ കേട്ട് നമ്മൾ അതേ ബേസ് ബീറ്റ് ആയിരിക്കും ചിലപ്പോൾ വേറെ ഒരെണ്ണത്തിലൊക്കെ. തീർച്ചയായിട്ടും. കാര്യം നമ്മൾ അത് കേൾക്കാതെ നമ്മളും അപ്ലൈ ചെയ്യുന്ന സെയിം ആയിരിക്കും. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒത്തിരി വരാറുണ്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂസും വരാറുണ്ട്. പക്ഷേ എല്ലാ ഡയറക്ടേഴ്സിന് വൈറലാണ് ആവശ്യം. അപ്പം അതുകൊണ്ടുള്ള വ്യത്യസ്തതയ്ക്ക് വേണ്ടി സാമ്പിൾസ് തേടി അലഞ്ഞുകൊണ്ടിരിക്കും. ഈ മലയാള ഭാഷ ഫ്ലെക്സിബിൾ അല്ല, തമിഴിലാണെങ്കിൽ കുറെ ഫ്ലെക്സിബിലിറ്റി. അത് നമ്മൾ ഈ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പലതും പാട്ടുകൾ ഉപയോഗിക്കാറില്ല, കവിത ലിറിക്സ് കൊടുക്കുന്നു. ഇപ്പൊ അതിന് മാറ്റമാണ്. ഈ ബനാനൊക്കെ ഞാൻ ഈ പോപ്പുലറായിട്ടുള്ള എല്ലാ മ്യൂസിക്കുകൾക്കും ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഒരു സംഭവം പോപ്പുലർ ആവുക എന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി ഫാക്ട്സ് കാണും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ. പിന്നെ ഓരോ സമയത്തെയും ജനറേഷന് വേണ്ടുന്ന ഒരു സോങ് സ്ട്രക്ചറും ആയിരിക്കും എല്ലാവരും മ്യൂസിക് ഡയറക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് കാരണം എങ്ങനെ പെട്ടെന്ന് കൊമേഴ്ഷ്യലാക്കാം എന്നുള്ളതിൻ്റെ ഒരു സ്വഭാവത്തിലോട്ട് എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ പറയുന്ന ഭാഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട് കവിതകളെക്കാട്ടിലും എന്നെനിക്ക് തോന്നുന്നു. ഈ മലയാളം ലാംഗ്വേജിൽ പണ്ട് പറയുമായിരുന്നു, പാട്ട് എഴുതുമ്പോൾ മലയാളം ലാംഗ്വേജിൽ കവിതകളാണ് കൂടുതലും ലഭിച്ചത്. തമിഴിലൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന, നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ വെച്ച് അത് മലയാളത്തിൽ പക്ഷെ അത് ഒരിടയ്ക്ക് അതൊരു ഫോം ചെയ്തിരുന്ന ഒരു സ്വഭാവമാണ്. നമ്മുടെ ഒരു സമയത്തുള്ള പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴും മ്യൂസിക്കിൽ ചെയ്യാൻ ശ്രമിച്ച് സക്സസ് ആയിട്ടുണ്ട്. പണ്ട് ഞാൻ ഈ പറയുന്നത് പോലെ ലാംഗ്വേജിനുള്ളൊരു ബാരിയർ ഇപ്പോഴും മാറി, അതായത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും ചില സ്ഥലങ്ങളിൽ നമ്മൾ അടിപ്പെട്ടു പോകും, വേറെ ലാംഗ്വേജിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ 2 അക്ഷരമുള്ള വാക്കുകൾ തപ്പി പോകുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം ഇപ്പോഴും മലയാളത്തിനുണ്ട്. വാടാ പോടാ എന്നൊക്കെ മാത്രമേ എഴുതാൻ പറ്റൂ. അതല്ലാതെ പെട്ടെന്ന് അങ്ങനെ ഒരു ചില സ്ഥലങ്ങളിൽ നമ്മളൊന്ന് സ്റ്റക്കാവും. അത് ചിലപ്പം കാര്യം ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ ഇത് കുറച്ച് സീരിയസ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്നത് പോലെ കൊളോക്കിയലായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ചില സമയങ്ങളിൽ നമ്മൾ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള എഴുത്തുകാരനില്ലെങ്കിൽ ആ സമയത്താണ് നമ്മൾ കൈതപ്പുറം തിരുമേനി ഇതുപോലെ എനിക്ക് ഒത്തിരി പാട്ടുകളിൽ
ചെറിയ ചെറിയ ഒരു മീറ്ററിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അത്രയും ബ്രില്യൻസി ആ സമയത്ത് ഇല്ലെങ്കിൽ പാട്ട് നിൽക്കില്ല എന്നാണ് തോന്നുന്നത്. ലാംഗ്വേജ് ഒരു ബാരിയർ ആണെന്ന് പറയുമ്പോൾ ലിറിസിസ്റ്റിന്റെ ഒരു പ്രോമിനൻസ് കുറയുകൂടെ ചെയ്യുന്നില്ല. അതായത് പണ്ട് ഇപ്പോൾ പാർവണേന്ദുമുഖി എന്നൊക്കെ അത്രയും മനോഹരമായ അല്ലെങ്കിൽ അന്ന് മനോഹരമെന്ന് കരുതപ്പെട്ടിരുന്ന വാക്കുകൾ ഉപയോഗിച്ചിരുന്നിടത്ത് ഇപ്പോൾ വളരെ ലളിതമായ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നേരത്തിലായിട്ട് ചോദിച്ചാൽ നമുക്ക് ഏത് വാക്ക് വെച്ചിട്ടും പാട്ട് ഉണ്ടാക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് പാട്ടിന് ലിറിസിസ്റ്റ് ഒരു അനിവാര്യ ഘടകമല്ലാതായിട്ട് മാറിയിട്ടുണ്ടോ? ജനറലായിട്ട് ഹിറ്റായ പാട്ടുകളുടെ ഒരു സ്വഭാവം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് എനിക്ക് തോന്നുന്നു എല്ലാ വരികളിലും ഒരു പുതുമ വേണമെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം തന്നെ പല പല പാട്ടുകളിലും എന്താണ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത വേർഡ്സ് ഇപ്പം നമ്മൾ പാടുന്നുണ്ട്. അതെല്ലാം ഒത്തിരി പോപ്പുലറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ചിന്തിക്കാനും അവർക്ക് ആവശ്യമുള്ള ഒരു എലമെൻ്റ് ആഡ് ചെയ്യുക പാട്ടുകളെല്ലാം ആവശ്യമാണ്. അത് കാരണം തന്നെ നമ്മുടെ ഈ പാട്ടുകൾക്ക് എനിക്ക് തോന്നും ഒരു റീകോൾ വാല്യൂ, പെട്ടെന്ന് നമ്മൾ കേട്ടിട്ട് അത് വീണ്ടും നമ്മൾ പറയത്തക്ക വാക്കുകൾക്ക് ഒത്തിരി സ്ഥാനമുണ്ട്. അങ്ങനത്തെ പാട്ടുകൾ വരുമ്പോഴത്തേക്ക് പുതിയ തലമുറയിലെ ലിറിസിസ്റ്റുകളെല്ലാം അതിന് വളരെ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ കവിത എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ അറിയാലോ, ഇപ്പോഴത്തെ പാട്ടുകളുടെ ഒരു മോഡ് അറിയാലോ, അതിനും ഒരു വ്യത്യസ്തതയുണ്ട്. പഴയതുപോലെ നമുക്ക് അത്രയും കവിത അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിട്ടും നമുക്ക് തോന്നിയിട്ടുണ്ട്. പാട്ട് എങ്ങനെ വരും, അതെങ്ങനെ അതിൻ്റെ സിറ്റുവേഷനായിട്ട് വരും, അതനുസരിച്ച് മാത്രമേ ലിറിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് കാരണം ലിറിസിസ്റ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു പ്രോമിനൻസ് അത്രയും ബെറ്റർ സിറ്റുവേഷൻ കിട്ടിയാൽ നല്ലതായിരിക്കും. അതാണ് എനിക്ക് ഇപ്പോഴത്തെ പാട്ടുകളിൽ അടിസ്ഥാനപരമായിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും പുതിയ വാക്കുകളോടുള്ളൊരു താല്പര്യമുണ്ട്. അത് പലപ്പോഴും പുതിയ ഡയറക്ടേഴ്സ് ആണെങ്കിൽ തന്നെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പുതിയൊരു വാക്ക്, എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വാക്ക്, പണ്ടത്തെ വാക്കുകൾ പോലെ നിലവേ കനവേ എന്നൊന്നും ഉള്ളതല്ലാതെ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വേർഡ് വേണമെന്നുള്ളൊരു സജഷൻ ഇപ്പോഴും ലിറിക്കൽ സൈഡിൽ വരുന്നുണ്ട്. അപ്പം അത് കാരണം ഒത്തിരി കവിത പോലെ ഉള്ളതല്ലെങ്കിലും നമ്മൾ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പർപ്പസ്ലി ശ്രമിക്കും എന്നുള്ളതാണ് പുതിയ ലിറിക്സിനെ പറ്റി തോന്നിയിട്ടുള്ളത്. പഴയത് അങ്ങനെ തന്നെ നിൽപ്പുണ്ടല്ലോ, ലെജൻസ് ആയിട്ട് തന്നെ ഉണ്ടല്ലോ.